കൊന്നിച്ചിവ കഴിഞ്ഞ ദിവസം നമ്മുടെ ഓഫീസിൻ്റെ ബസ് സ്റ്റോപ്പിൽ ഒരു സംഭവം ഉണ്ടായിട്ടോ. അത് പറയണേക്കാൾ മുന്നേ ജപ്പാൻകാർക്ക് ക്യൂ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾ ജപ്പാനിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലായിടത്തും ക്യൂ കാണാനായിട്ട് പറ്റും. ബസ് സ്റ്റോപ്പിൽ, അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ, റെസ്റ്റോറൻറ്റിൽ എല്ലായിടത്തും ക്യൂ ആണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് വരുന്ന ആൾക്കാണ് കേട്ടോ ഫസ്റ്റ് പ്രയോറിറ്റി. അതുകൊണ്ടാണ് അത് ഇവരുടെ ഒരു കൾച്ചറിൻ്റെ ഭാഗമാണ് കേട്ടോ. ഒരാൾ ഇങ്ങനെ തിക്കി തിരകി ഇടയ്ക്ക് കയറില്ല. അത് ഭയങ്കര ബാഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ ഓഫീസിൻ്റെ മുന്നിൽ എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും എൻ്റെ കൊളീഗും ഓഫീസൊക്കെ കഴിഞ്ഞിട്ട് ബസ് കയറാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കൊളീഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജാപ്പനീസ്കാരനാണ്. അപ്പോൾ ഞങ്ങളാണ് ഏറ്റവും ഫ്രണ്ടിൽ നിൽക്കണേ. ഞങ്ങളുടെ ബാക്കിൽ ക്യൂ ഉണ്ട്. അപ്പോൾ ബസ് വന്നപ്പോൾ ഒരു ഇന്ത്യൻ ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ ക്യൂവിൻ്റെ മിഡിലായിട്ടായിരുന്നു നിന്നിരുന്നത്. പുള്ളിക്കാരൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ബസ് നിർത്തിയപ്പോൾ തന്നെ പുള്ളിക്കാരൻ ഞങ്ങളുടെ ബസ്സിൽ കയറിപ്പോയി. നമ്മുടെ നാട്ടിൽ കയറുന്ന പോലെ മിക്കവാറും അത് ഒരു 90% അത് അറിവില്ലാത്തതുകൊണ്ട് ചെയ്തതാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജാപ്പനീസ് കൊളീഗ് എൻ്റെ മുഖത്ത് നോക്കിയിട്ട് ചിരിച്ചിട്ട് ചോദിച്ചു, അത് ഇന്ത്യൻ ആണോ എന്ന് ചോദിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ത്യൻ ആണ്, പക്ഷെ ചിലപ്പോൾ ഇവിടെ ആദ്യമായിട്ടായിരിക്കും, അതുകൊണ്ട് അറിയാത്തതായിരിക്കും എന്ന് പറഞ്ഞു. ജപ്പാനിൽ വരണേക്കാളും മുന്നേ ജപ്പാന്റെ കൾച്ചറൊക്കെ അറിഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. ഞാൻ ജപ്പാന്റെ കൾച്ചറിനെ കുറിച്ചുള്ള ഒരു ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ജപ്പാനിലേക്ക് വന്നത്. ഇവരുടെ കൾച്ചറിനനുസരിച്ച് നമ്മൾ പോവാണെന്നുണ്ടെങ്കിൽ ജപ്പാൻകാർക്ക് നമ്മളെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുക, എവിടെ ചെന്നാലും ഒരു ഇന്ത്യൻ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എല്ലാ ഇന്ത്യൻസിനും ബാധിക്കും. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ ബൈ ബൈ, ടേക്ക് കെയർ, ജമദ.